ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്ലാറ്റോ അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ വിവരിക്കുന്നത് 1ാം ലോകമഹായുദ്ധം, അതുപോലെ തന്നെ 2ാം ലോകമഹായുദ്ധം, നാസിസം, ഫാഷിസം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം വൻകരയുടെ ഒരു ഭാഗവും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഉപയോഗിക്കുന്ന റാങ്ക് ഫയലുള്ള പോയിന്റുകൾ തന്നെ ആയിരിക്കും അധികം ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാകുക. അപ്പോൾ അതിലില്ലാത്ത റയർ പോയിന്റുകളാണ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. അതിന് പുറമെ പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ പ്രത്യേകം പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും വേണം. അല്ലാതെ അത് മാത്രം പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങളെ റാങ്ക് ഫയൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന പുസ്തകത്തിൽ റാങ്ക് ഫയൽ ഉള്ള പോയിന്റുകളായിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. ഇല്ലാത്ത പോയിന്റുകൾ നോട്ട് ചെയ്യുകയും ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ പ്രത്യേകം ഊന്നൽ കൊടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 1ാം ലോകമഹായുദ്ധത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. 1ാം ലോകമഹായുദ്ധം ആരംഭിച്ച വർഷം 1914 മുതൽ 1918 വരെ നീണ്ടുനിന്ന യുദ്ധമായിരുന്നു 1ാം ലോകമഹായുദ്ധം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 2 സഖ്യങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഒന്ന് ത്രികക്ഷി സഖ്യവും അതുപോലെ തന്നെ ത്രികക്ഷി സൗഹാർദ്ദ സഖ്യവുമാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? ത്രികക്ഷി സഖ്യവും അതുപോലെ തന്നെ ത്രികക്ഷി സൗഹാർദ്ദ സഖ്യവുമായിരുന്നു 2ാം ലോകമഹായുദ്ധത്തിൽ ഉണ്ടായിരുന്നത്. 1ാം ലോകമഹായുദ്ധത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ പിന്നെ ത്രികക്ഷി സഖ്യത്തിൽ ഉണ്ടായിരുന്നത് ജർമ്മനി, അതുപോലെ തന്നെ ആസ്ട്രിയ, ഇറ്റലി. ജർമ്മനി, ആസ്ട്രിയ, ഇറ്റലി ഇവരായിരുന്നു ത്രികക്ഷി സഖ്യം എന്നുള്ളത്. അപ്പൊ അത് ചോദിക്കാം, താഴെ പറയുന്നതിൽ ത്രികക്ഷി സഖ്യത്തിൽ പെടാത്തത് ആരെന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ പെട്ടവരാരായിരുന്നു? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ മുതലായിരുന്നു ഇതിലുണ്ടായിരുന്നത് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉണ്ടായിരുന്ന വ്യക്തികളെന്ന് പറയുന്നത്, രാജ്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് പാൻസ്ലാവ് പ്രസ്ഥാനം. എന്താണ് പാൻസ്ലാവ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ? പാൻസ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുന്നത് അതായത് പിന്നെ കിഴക്കൻ യൂറോപ്പിൽ ഉണ്ടായിരുന്ന പിന്നെ രാജ്യങ്ങളായിരുന്ന സെർബിയ, അതുപോലെ തന്നെ ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ പിന്നെ രാജ്യങ്ങളിലുള്ള സ്ലാവ് വംശജരെ പിന്നെ ഏകീകരിക്കാൻ വേണ്ടി റഷ്യ ശ്രമിച്ചതിന്റെ ഫലമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് പാൻസ്ലാവ് പ്രസ്ഥാനം. എന്താണ്? കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ഗ്രീസ്, അതുപോലെ തന്നെ ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ പിന്നെ ഏകോപിക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഫലമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് പാൻസ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ദെൻ പാൻ ജർമ്മൻ പ്രസ്ഥാനം. പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? അതായത് പിന്നെ ജർമ്മനിക്കാര് ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്ന് പറയും. ഏത് വിഭാഗക്കാരാണ്? ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഏത്? പാൻ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതായത് മധ്യ യൂറോപ്പിലും പിന്നെ ബാൾക്കൻ മേഖലയിലും പിന്നെ ആരുടെ സ്വാധീനം? ജർമ്മനിയുടെ സ്വാധീനം പിന്നെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് അവർ ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതിന്റെ ഫലമായി രൂപം കൊണ്ടതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ദെൻ പ്രതികാര പ്രസ്ഥാനം. പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുന്നത് 1871 പിന്നെ ജർമ്മനി ഫ്രാൻസിന്റെ ചില പ്രദേശങ്ങൾ, അതായത് അൽസൈസ്, ലൊറൈൻ, ഏതൊക്കെയാണ്? അൽസൈസ്, ലൊറൈൻ തുടങ്ങിയ പിന്നെ ഫ്രാൻസിന്റെ പ്രദേശങ്ങൾ ജർമ്മനി കീഴടക്കിയിരുന്നു. ആ കീഴടക്കിയ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി പിന്നെ ഫ്രാൻസ് രൂപം കൊടുത്ത ഒരു സംഘടനയായിരുന്നു ഏത്? പിന്നെ പ്രതികാര അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമായിരുന്നു ഇത് പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി പിന്നെ 1ാം ലോകമഹായുദ്ധം അവസാനിച്ച ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ അത് പാരീസ് സമ്മേളനമാണ്. അവസാനിച്ച ഉടമ്പടി ഏതാണ്? 1919 പാരീസ് സമ്മേളനത്തിലെ ഉടമ്പടി പ്രകാരമാണ് 1ാം ലോകമഹായുദ്ധത്തിന് അവസാനം കുറിക്കുന്നത്. 1ാം ലോകമഹായുദ്ധ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ വുഡ്രോ വിൽസൺ ആണ് 1ാം ലോകമഹായുദ്ധത്തെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വളരെ പിന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു വചനമുണ്ട്, അത് പ്രത്യേകം ഓർത്തു വെക്കണം. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം എന്ന് പറഞ്ഞത് ആരാണ്? അത് വുഡ്രോ വിൽസന്റെ വചനമാണ്. കൃത്യമായിട്ട് ഓർക്കുക. അതുപോലെ തന്നെ കറുത്ത വ്യാഴാഴ്ച. എന്താണ് കറുത്ത വ്യാഴാഴ്ച എന്ന് പറയുന്നത്? 1929 ഒക്ടോബർ 24 ന്യൂയോർക്കിലെ ഓഹരി കമ്പോളത്തിൽ ഉണ്ടായിട്ടുള്ള തകർച്ചയെയാണ് എന്ത് പറയുന്നത്? കറുത്ത വ്യാഴാഴ്ച എന്ന് പറയുന്നത്. 1929 ഒക്ടോബർ 24 ന്യൂയോർക്കിലെ ഓഹരി വിപണി, അതായത് ഷെയർ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള വൻ തകർച്ചയെയാണ് എന്ത് പറയുന്നത്? കറുത്ത വ്യാഴാഴ്ച എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 1ാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2ാം ലോകമഹായുദ്ധമാണ്. 2ാം ലോകയുദ്ധമാണ് ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്നത് 1939 മുതൽ 45 വരെ. ആ വർഷമൊക്കെ 1ാം ലോകമഹായുദ്ധത്തിന്റെ 2ാം ലോകമഹായുദ്ധത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം
പിന്നെ ഇതിൽ പ്രധാനമായിട്ടും രണ്ട് ശക്തികളാണ് ഉണ്ടായത്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ രണ്ട് ശക്തികളായിരുന്നു. ഒന്ന് അച്ചുതണ്ട് ശക്തികളും മറ്റത് പിന്നെന്താണ് സഖ്യശക്തികളുമായിരുന്നു. അച്ചുതണ്ട് ശക്തികളിൽപ്പെട്ട ആളുകളായിരുന്നു ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളും. സഖ്യശക്തികളിൽപ്പെട്ടത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ഏതൊക്കെയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന ആയിരുന്നു സഖ്യശക്തികളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ. ഓക്കെ, പിന്നെ അപ്പം ഇനി ആദ്യമായിട്ട് അണുബോംബ് വർഷിപ്പിച്ച അല്ലെങ്കിൽ അണുബോംബ് വർഷിച്ച പിന്നെ യുദ്ധം ഏതാണ്? അത് രണ്ടാം ലോക യുദ്ധത്തിലാണ് ആദ്യമായിട്ട് അണുബോംബ് പിന്നെ വർഷിച്ച യുദ്ധം എന്ന് പറയുന്നത്. അതായത് ആദ്യമായിട്ട് അണുബോംബ് വർഷിച്ചത് ഹിരോഷിമയിൽ, ജപ്പാനിലെ ഹിരോഷിമയിൽ 1945 ഓഗസ്റ്റ് 6 എന്ത് ചെയ്യുന്നത്? ഹിരോഷിമയിൽ എന്തിടുന്നത്? പിന്നെ അണുബോംബ് വർഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് 3 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 9 1945 തന്നെ നാഗസാക്കിയിലും എന്ത് ചെയ്യുന്നുണ്ട്? അമേരിക്ക ബോംബ് വർഷിപ്പിക്കുന്നുണ്ട്. അതും കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, പിന്നെ ഈ അണുബോംബിന്റെ പേര്, അതായത് ഹിരോഷിമയിൽ ആദ്യമായിട്ട് അണുബോംബ് പിന്നെ ഇട്ടു നമ്മൾ പറഞ്ഞു. അതിന്റെ പേരായിരുന്നു എന്ത്? ലിറ്റിൽ ബോയ് എന്നായിരുന്നു അതിന്റെ പേര്. എന്തായിരുന്നു? ലിറ്റിൽ ബോയ്. അത് ചോദിച്ചിട്ടുള്ള പിന്നെ ക്വസ്റ്റ്യൻ ആണ്. അത് ശ്രദ്ധിക്കുക, ലിറ്റിൽ ബോയ് എന്നായിരുന്നു. പിന്നെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? റൂസ്വെൽറ്റ് ആയിരുന്നു. ആരായിരുന്നു? റൂസ്വെൽറ്റ് ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ആദ്യം കീഴടങ്ങിയ രാജ്യം ഏതാണ്? ഇറ്റലിയാണ് ആദ്യം കീഴടങ്ങിയ രാജ്യം എന്ന് പറയുന്നത്. അവസാനം കീഴടങ്ങിയ രാജ്യം ഏതാണ്? ജപ്പാനാണ്. അപ്പൊ ആദ്യം കീഴടങ്ങിയത് ഇറ്റലിയും അവസാനം കീഴടങ്ങിയ രാജ്യം ഏതാണ്? ജപ്പാനുമാണ്. എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ അടുത്തത് ഹിബാകുഷകൾ. ഹിബാകുഷകൾ എന്ന് പറഞ്ഞാല് ഈ ഹിരോഷിമ നാഗസാക്കിയിലൊക്കെ അണുബോംബ് വർഷിപ്പിച്ചതിന്റെ ഫലമായി അവിടുത്തെ ആളുകൾ ആ ദുരന്തം അല്ലെങ്കിൽ ആ രോഗത്തിന്റെ പിന്നെ ദുരന്തം പേറി ജീവിക്കുന്ന ആളുകളെ നമ്മൾ എന്ത് പറയും? ഹിബാകുഷകൾ എന്ന് പറയും, അല്ലെ? പലതരത്തിലുള്ള അംഗവൈകല്യ രോഗങ്ങളൊക്കെ അവിടുത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നു. അപ്പം ആ രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ, ഇതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്ന ആളുകളെ പറയുന്ന പേരാണ് എന്ത്? ഹിബാകുഷകൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ ഈ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഫലമായി പിന്നെ ഒരുപാട് പിന്നെ പുസ്തകങ്ങളും അതുപോലെ തന്നെ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ പിന്നെ നോവലുകളൊക്കെ. അന്ന് പിന്നെ ഇറങ്ങിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നോവലാണ് മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി. മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്നുള്ള നോവൽ രചിച്ചത് ഏണസ്റ്റ് ഹെമിംഗ് വേ ആണ്. ആരാണ്? ഏണസ്റ്റ് ഹെമിംഗ് വേ ആണ് എന്ത് ഈ നോവൽ പിന്നെ രചിച്ചിട്ടുള്ളത്. അതെന്ത് അയാളുടെ പേര് നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഗൊർണിക്ക ആരാണ്? പിക്കാസോയുടെ ചിത്രമാണ് ഗൊർണിക്ക എന്നുള്ളത്. അത് പിന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ്. PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ഏത്? ഗൊർണിക്ക ആരുടെ ചിത്രമാണ്? പിക്കാസോയുടേതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് രണ്ടാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇറ്റലിയിലെ ഫാഷിസത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, അല്ലെ? ഫാഷിസം രൂപം കൊണ്ടത് ഇറ്റലിയിലാണ്. അതിന്റെ ഉപജ്ഞാതാവ് ആരാണ്? മുസോളിനിയാണ്. അപ്പം ഇത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. നിങ്ങൾക്ക് ഇറ്റലി പിന്നെ ഇറ്റലിയിലാണ് ഫാഷിസം, അല്ലെങ്കിൽ മുസോളിനി എവിടുത്തെ ആളാണ്, ഹിറ്റ്ലർ എവിടുത്തെ ആളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ഇതിനൊരു ചെറിയൊരു കോഡ് ഞാൻ കണക്ട് ചെയ്യാം. നിങ്ങൾ എന്ത് പഠിക്കുക? ഫാമി എന്ന് പഠിക്കുക. ഫാമി, FAMI, ഫാമി. അപ്പൊ FA എന്താണ്? ഫാഷിസം. അതുപോലെ തന്നെ M മുസോളിനി, I എന്നുള്ള എന്താണ്? ഇറ്റലി. ഓക്കെ, ആ രീതിയിൽ എന്ത് ചെയ്യുക? കണക്ട് ചെയ്തേക്കുക. FA ഫാഷിസം, M മുസോളിനി, I എന്നുള്ള എന്താണ്? ഇറ്റലി എന്നെന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ അപ്പം മുസോളിനിയാണ് ഇതിന്റെ ഉപജ്ഞാതാവ്. അതുപോലെ തന്നെ ഇറ്റലിയിലാണ് ഇത് രൂപം കൊണ്ടത്. ദെൻ പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു മുസോളിനിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വചനമുണ്ട്. അതെന്താ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെ അഭിപ്രായപ്പെട്ടത് ആരാണ്? മുസോളിനിയാണ്. പുരുഷന് യുദ്ധം, സ്ത്രീക്ക് എങ്ങനെയാണോ മാതൃത്വം അതുപോലെ തന്നെയാണ് പുരുഷന് യുദ്ധം എന്ന് അഭിപ്രായപ്പെട്ടത് മുസോളിനിയാണ്. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ഇതിന്, യുദ്ധത്തിന് എന്ന് പറയുന്നത് ആരാണ്? പിന്നെ മുസോളിനിയാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള സൈനിക സഖ്യമായിരുന്നു പിന്നെ എന്ത് ഒരു സൈനിക വിഭാഗമായിരുന്നു കരിങ്കുപ്പായക്കാർ എന്നുള്ള പിന്നെ സൈനിക വിഭാഗത്തെ സ്ഥാപിച്ചത് ആരായിരുന്നു? മുസോളിനി ആയിരുന്നു. ബ്ലാക്ക് ഷർട്ട് എന്ന് പറയും ഇംഗ്ലീഷിൽ. ദെൻ അതുപോലെ തന്നെ ഇറ്റലിയുടെ ഏകീകരണത്തിനായി രൂപീകൃതമായ സൈന്യത്തിന്റെ പേരെന്തായിരുന്നു? ചുവപ്പ് കുപ്പായക്കാരാണ് ഇറ്റലിയുടെ പിന്നെ ഏകീകരണത്തിന് രൂപീകൃതമായിട്ടുള്ള സൈന്യത്തിന്റെ പേര് എന്ത് ചെയ്യുക? ഓർക്കുക. ഓക്കെ, ഇനി നമുക്ക് പറയാൻ പോകുന്നത് ജർമ്മനിയിലെ നാസിസത്തെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? ഈ നാസിസം ഉടലെടുത്തത് ജർമ്മനിയിലാണ്. നാസിസം ഉടലെടുത്തത് നിങ്ങൾക്കറിയാം. അതിന്റെ ഉപജ്ഞാതാവാണ് അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. അഡോൾഫ് ഹിറ്റ്ലർ ആണ് ഈ പിന്നെ നാസിസം എന്നുള്ള ആശയം ജർമ്മനിയിൽ എന്ത് ചെയ്തത്? നടപ്പിലാക്കിയത്. അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്ന പേരാണ് ഫ്യൂറർ എന്നറിയപ്പെട്ടത് ആരായിരുന്നു? അതായത് പിന്നെ ജർമ്മനിയിലെ പിന്നെ അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു ഫ്യൂറർ എന്ന് അറിയപ്പെട്ടത്. അതെന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. നമുക്കത് ജസ്റ്റ് ഒരു കോഡുമായി കണക്ട് ചെയ്യാം. പല ആളുകളും കൺഫ്യൂഷൻ വരുന്നൊരു ഭാഗമാണ്. നിങ്ങൾക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ജാഹിൻ എന്ന് കണക്ട് ചെയ്യാം. ജാഹിൻ, JAHIN
IN ജാഹിൻ. അതിൽ ജെ എന്നുള്ള നമുക്ക് എന്തിനു സൂചിപ്പിക്കാം? ജർമ്മനിയെ സൂചിപ്പിക്കാം. അതുപോലെ തന്നെ HI എന്നുള്ള നമുക്ക് ഇതിനെ സൂചിപ്പിക്കാം? ഹിറ്റ്ലറെ സൂചിപ്പിക്കാം. അതുപോലെ N ഏതിനെ സൂചിപ്പിക്കാം? നാസിസത്തെ സൂചിപ്പിക്കാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? JA ജർമ്മനി, HI ഹിറ്റ്ലർ, N ഏതിനെ സൂചിപ്പിക്കാം? നമുക്ക് നാസിസത്തെ സൂചിപ്പിക്കാം. ഓക്കെ, അപ്പൊ അതെന്താ അതേപോലെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയയാണ്, അതുകൊണ്ടാണ് അത് പറയാൻ കാരണം. ഓക്കെ, പിന്നെ ഗസ്റ്റപ്പോ എന്നുള്ള രഹസ്യ പോലീസ് സംഘടന രഹസ്യ പോലീസിനെ രൂപീകരിച്ചത് ആരായിരുന്നു? അതാരായിരുന്നു? ഹിറ്റ്ലർ ആയിരുന്നു. ഏത് ഈ രഹസ്യ പോലീസിനെ രൂപീകരിച്ചത്. എന്താണ് പേര്? ഗസ്റ്റപ്പോ എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. അതുപോലെ തന്നെ ബ്രൗൺ ഷർട്ട് എന്ന സൈനിക വിഭാഗത്തെ രൂപീകരിച്ചത് ആരായിരുന്നു? അത് ഹിറ്റ്ലർ ആയിരുന്നു. ബ്രൗൺ ഷർട്ട് അതായത് തവിട്ടുകുപ്പായക്കാർ എന്നുള്ളതാണ് കേട്ടോ. അവിടെ ബ്ലാക്ക് ഷർട്ട് ആണ്, ഇവിടെ എന്താണ്? ബ്രൗൺ ഷർട്ട് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്ത്? മെയിൻ കാഫ് ആണ് ഹിറ്റ്ലറുടെ ആത്മകഥ എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുക? ഓർത്തുക. അതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ അവസാനമായിട്ട് ഇതിൽ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശീതസമരം അല്ലെ. ശീതസമരം, അതായത് ഈ ശീതസമരം എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് ബർണാഡ് ബറൂച്ച് ആണ് ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഈ ശീതസമരത്തിന്റെ ഫലമായിട്ട് രൂപം കണ്ടിട്ടുള്ള ചില സംഘടനകളാണ് ഒന്ന് നാറ്റോ, അതുപോലെ തന്നെ സീറ്റോ. അതൊക്കെയാണ് നാറ്റോ, സീറ്റോ ആണ് ശീതസമരത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ടിട്ടുള്ള പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ള സംഗതികൾ. ഇതിനെക്കുറിച്ചൊന്നും ശീതസമരത്തെ കുറിച്ചൊന്നും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പം ഇതെന്താ നിങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വൻകരകളിലൂടെ എന്നുള്ള ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. അതായത് ഓസ്ട്രേലിയ എന്ന വൻകരയെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാകും. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഏറ്റവും ചെറിയ വൻകര ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഓസ്ട്രേലിയയാണ് ഏറ്റവും ചെറിയ വൻകര. ഓക്കെ, നമുക്കതിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഭൂഖണ്ഡ രാഷ്ട്രം എന്നറിയപ്പെടുന്ന ഏതാണ്? ഓസ്ട്രേലിയയാണ്. ഭൂഖണ്ഡ രാഷ്ട്രം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ കങ്കാരുവിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഏതാണ്? ഓസ്ട്രേലിയയാണ്. സുവർണ കമ്പിളിയുടെ നാട് എന്നറിയപ്പെടുന്ന ഏതാണ്? ഓസ്ട്രേലിയയാണ്. അത് രണ്ടും പല തവണ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പിന്നെ ഏറ്റവും ചെറിയ വൻകരയാണ്. അതുപോലെ തന്നെ പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്നു. പൂർണ്ണമായും ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഗ്നിപർവ്വതങ്ങളില്ലാത്ത ഭൂഖണ്ഡം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? ഓസ്ട്രേലിയയാണെന്ന് ഓർക്കുക. ഇനി അവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്? ഒന്ന്, വിക്ടോറിയ മരുഭൂമി കാണപ്പെടുന്നത് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയ വൻകരയിലാണ്. അതുപോലെ തന്നെ യുക്കാലി മരങ്ങളുടെ ജന്മദേശം അല്ലെ. യുക്കാലി മരങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? ഓസ്ട്രേലിയയിലാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ യമു പക്ഷികളും എവിടെയാണ്? ഓസ്ട്രേലിയ വൻകരയിലാണ്. അതുപോലെ തന്നെ പുൽമേട്, അവിടുത്തെ പുൽമേട് അറിയപ്പെടുന്നതാണ് എന്ത്? ഡൂൺസ് എന്നാണ് അവിടുത്തെ പുൽമേട് അറിയപ്പെടുക. ഈ പുൽമേടുകളൊക്കെ പ്രത്യേകം എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം, പുൽമേട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ നമുക്ക് കാഴ്ചകൾ എന്നുള്ള ഹെഡിൽ പറയാനുള്ളത്. നമ്മൾ പറയാൻ പോകുന്നത് ന്യൂസിലാൻഡിനെ കുറിച്ചാണ്. ന്യൂസിലാൻഡ് നിങ്ങൾക്ക് അറിയാം. ന്യൂസിലാൻഡ് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. ഒരുപാട് തവണ PSC ന്യൂസിലാൻഡിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. അതായത് കാർബൺ ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം എന്ന് ചോദിച്ചാൽ അത് ന്യൂസിലാൻഡാണ്. കാർബൺ ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം എന്ന് ചോദിച്ചാൽ അതേതാണ്? ന്യൂസിലാൻഡാണെന്ന് ഓർക്കണം. അതുപോലെ തന്നെ വനിതകൾക്ക് ആദ്യമായി വോട്ടവകാശം നൽകിയ രാജ്യം ഏതാണ്? അതും ന്യൂസിലാൻഡാണ്. 2 ദേശീയ ഗാനമുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അതും ന്യൂസിലാൻഡാണ്. 2 ദേശീയ ഗാനമുള്ള രാജ്യം ഏതാണ്? അത് ന്യൂസിലാൻഡാണ്. കിവി പക്ഷികൾ കാണപ്പെടുന്ന എവിടെയാണ്? ന്യൂസിലാൻഡാണ്. അതുപോലെ തന്നെ കിവീസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ന്യൂസിലാൻഡാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വൻകരയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ബാക്കി വരുന്ന വൻകരകളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.